ബാഗിനും യൂണിഫോമിനൂടെ ഏകദേശം എത്ര മിനിമം ഒരു ഓർഡറിന് നമ്മുടെ ഇപ്പം കണ്ടില്ലേ ഇതിന്റെ ഇൻസെന്റീവും കാര്യങ്ങളും ഒക്കെ വന്നേക്കുന്ന കണ്ടില്ലേ. എങ്ങനെ സ്വിഗ്ഗിക്കകത്ത് നമുക്ക് ലോഗിൻ ചെയ്യാമെന്ന് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ മറ്റേ കഴിഞ്ഞ ദിവസം ഇട്ട സ്വിഗ്ഗിയുടെ വീഡിയോ ഇല്ലേ, അതിനകത്ത് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സും അല്ലാതെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും കുറേ കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. എന്ന് വെച്ചാൽ കുറേ ഡൗട്ടുകൾ ചോദിച്ചു. സ്വിഗ്ഗിയിൽ എങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റും, എങ്ങനെ സ്വിഗ്ഗിയുടെ പേയ്മെൻറ്റ് ചെയ്യുന്ന രീതി, എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം, പാർട്ട് ടൈം ആണോ ഫുൾ ടൈം ആണോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും വന്നിട്ടുണ്ട്. അല്ലാതെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ കാരണങ്ങളൊക്കെ കൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാമെന്ന് വെച്ച്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് മെയിനായിട്ട് ഓരോരോ ഡൗട്ടുകളായിട്ട് ചോദിക്കാം. ഞാൻ അത്യാവശ്യം ഇതിനകത്ത് കുറേ ഡൗട്ടുകളൊക്കെ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്ത് ഇങ്ങനെ ഞാൻ ചെയ്തു വെച്ചേക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കിയിട്ട് ഓരോന്ന് പറഞ്ഞുതരാം. ഫസ്റ്റത്തെ ചോദ്യം ചോദിക്കാം, നോക്കാം. എങ്ങനെ സ്വിഗ്ഗിക്കകത്ത് നമുക്ക് ലോഗിൻ ചെയ്യാമെന്ന് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ആപ്പ് ഉണ്ട്. ഈ ആപ്പിനകത്ത് നമ്മൾ എന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യണം. എൻ്റെ റെഫറലും കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അത് നിങ്ങൾ കയറിയിട്ട് വേണമെങ്കിൽ ആ റെഫറൽ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കയറാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിലും കയറാം. എനിക്ക് തോന്നുന്നു ആരെങ്കിലും റെഫറൽ വെച്ച് കയറുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ ആപ്പ് കാണിച്ചു തരാം. പ്ലേ സ്റ്റോറിൽ കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ ആപ്പ്. വേണ്ട, ഇത് കണ്ടില്ലേ, ഇതാണ് ഈ ആപ്പ്. സ്വിഗ്ഗി ഡെലിവറി പാർട്ട്ണർ ആപ്പ് എന്നാ ഇതിൻ്റെ പേര് വരുന്നത് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ആണെങ്കിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ആധാറിൻ്റെ ഒരു ഫോട്ടോ ഇതിനകത്ത് അയച്ചു കൊടുക്കണം. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ടൈപ്പ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആധാറിൻ്റെ ഫ്രണ്ടും ബാക്കും ഫോട്ടോ ഉണ്ടല്ലോ, ഈ ഫ്രണ്ടും ബാക്കും ഫോട്ടോ നമ്മൾ ആധാറിൻ്റെ അപ്ലോഡ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാൻ കാർഡ് ഉണ്ടല്ലോ, ആ പാൻ കാർഡിൻ്റെ ഫോട്ടോയും ഇത് ചെയ്ത് കൊടുക്കണം. ഞാൻ ചെയ്ത ടൈമിൽ ഇത് രണ്ടും പിന്നെ ലൈസൻസും എന്തോ വേണം. ഞാൻ കറക്റ്റിന് ഇപ്പോൾ ഓർക്കുന്നില്ല എന്തൊക്കെയാന്ന് ചെയ്തതെന്നുള്ള കാര്യം. അപ്പം അത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, സംഭവം എന്തുവാന്ന് എന്തൊക്കെ ഉണ്ടെന്ന് അതിനകത്ത്. അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഐഡിയ ഇതായി കിട്ടും. ഈ ബാഗിനും യൂണിഫോമിനൂടെ ഏകദേശം എത്ര 550 രൂപ അത്ര എന്തോ. ഏകദേശം അപ്രോക്സിമേറ്റ് റേറ്റ് കറക്റ്റ് എനിക്കറിയത്തില്ല, ഏകദേശം ഒരു റേറ്റ് ഞാൻ പറയുന്നത് 500 രൂപ മുതൽ 550 രൂപ വരെ ഈ ഒരു ബാഗിനും. പിന്നെ ഒരു നമ്മുടെ സ്വിഗ്ഗിയുടെ ഒരു യൂണിഫോം ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ യൂണിഫോം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് കിടപ്പുണ്ട്. ഞാൻ ഇതേണ്ട ഇതേപോലെ നമുക്കൊരു യൂണിഫോമും തരും കേട്ടോ സ്വിഗ്ഗിയുടെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പൈസ അടച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. ഫസ്റ്റ് നമ്മുടെ ഈ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ആധാർ, പാൻ കാർഡ്, ലൈസൻസ് അതേപോലുള്ള ഐഡികളെല്ലാം സബ്മിറ്റ് ചെയ്യുക. നമ്മുടെ ഡീറ്റെയിൽസ് ഫുള്ള് കൊടുത്തു കഴിയുമ്പം നമ്മൾ ഇതിനകത്ത് ബാഗ് ഓർഡർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അതിനകത്ത് കയറിയിട്ട് നമ്മൾ ഫണ്ട് അടയ്ക്കണം. അങ്ങനെയാണ് സംഭവം. ഇതിൽ നിന്ന് എത്ര രൂപ ഏണിങ്സ് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഏകദേശം ഒരു റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ മിനിമം ഒരു ഓർഡറിന് നമ്മുടെ ഈ കായംകുളം ഏരിയ, കായംകുളം ലൊക്കാലിറ്റിയിൽ, ഞാൻ പറയുന്ന ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള കാര്യം ഈ പറയുന്നത്, അത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സെയിമാണ്. ഞാൻ പറയുന്ന റേറ്റിൻ്റെ കാര്യം, ഒരു ഓർഡറിന് എത്ര രൂപ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളൊരു മിനിമം നിങ്ങൾക്ക് ഒരു ഓർഡറിന് കിട്ടുന്നത് 20 രൂപ. പിന്നെ അത് കിലോമീറ്റർ അനുസരിച്ച് അത് എമൗണ്ട് അത് കൂടി കിട്ടും. മിനിമം ഒരു 20 രൂപയുടെ ഓർഡർ എന്ന് പറയുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നത് ഒരു 4 കിലോമീറ്റർ റേഡിയസ് എന്തോ അതിന് വരുന്നത്. അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് ന്യൂസ് ഉണ്ട് കേട്ടോ അവിടെ, മറ്റേ കിളിയുടെയൊക്കെ സൗണ്ടേ. അതുകൊണ്ട് അത്യാവശ്യം ഞാൻ നല്ല സൗണ്ടിൽ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഇത്രയൊക്കെയാണ് ഓർഡറിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ സർജ് ബോണസ് ഉണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ പാർട്ട് ടൈം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഷിഫ്റ്റ് വരുന്ന 6 മണി തൊട്ട് വൈകിട്ട് 6 മണി തൊട്ട് 11 മണി വരെ 5 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, രാവിലെ വേണമെങ്കിൽ നമുക്ക് ഓടാം. പക്ഷെ അങ്ങനെ ഓടുമ്പോഴുള്ള പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ പാർട്ട് ടൈം ആണ് ഫുൾ ടൈം ആണ് നമ്മൾ കൊടുക്കത്തില്ലേ, അതിനകത്ത് വരുന്ന ഒരു പ്രശ്നമുണ്ട്. എന്നുവെച്ചാൽ ഇൻസെൻറ്റീവ് ഇത് വരത്തില്ല. ഞാൻ അങ്ങനെ എനിക്കറിയാൻ സാധിച്ചത്, അതാ എനിക്കും അങ്ങനെ വന്നേക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്.
നമ്മളിപ്പോൾ രാവിലെ തൊട്ട് ഓടുകയാണെങ്കിൽ നമ്മുടെ ഇൻസെൻറ്റീവ് ആഡ് ആകത്തില്ല, നമ്മൾ എടുക്കുന്ന ഓർഡറിന് മാത്രം പൈസ കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഗൈസ്. ഇനി ഞാൻ ഇതിന് ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇൻസെൻറ്റീവിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ. ഇപ്പം കണ്ടില്ലേ ഇതിൻ്റെ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ വന്നേക്കുന്ന കണ്ടില്ലേ? നിങ്ങൾ നോക്കിക്കോ, 200 രൂപയ്ക്ക് ഏൺ ചെയ്യുക, 200 രൂപ നമ്മൾ ഏൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന 75 രൂപ ഇൻസെൻറ്റീവ്, 250 രൂപ ആണെങ്കിൽ 100 രൂപ ഇൻസെൻറ്റീവ് ആവും. അങ്ങനെ 325 രൂപ ആണെങ്കിൽ 125 രൂപ ഇൻസെൻറ്റീവ്. കണ്ടില്ലേ, 450 രൂപയ്ക്ക് നമ്മൾ ഏൺ ചെയ്യുകയാണെങ്കിൽ 175 രൂപ ഇൻസെൻറ്റീവ്, 550 രൂപയ്ക്ക് നമ്മൾ ഏൺ ചെയ്യുകയാണെങ്കിൽ 225 രൂപ ഇൻസെൻറ്റീവ്. പിന്നെ ഇതിനകത്ത് സെർച്ച് ബോണസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ആപ്പിനകത്ത് ആ ഇൻസെൻറ്റീവിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. ഇതാണ് നമ്മളിവിടെ ആണെങ്കിൽ ഓൺലൈൻ കൊടുത്തു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇങ്ങനെ ഓൺലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് കാൽക്കുലേറ്റ് ആയി തുടങ്ങും. കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഓൺലൈനാണ്, എൻ്റെ ടുഡേയ്സ് വർക്ക് ഉണ്ടില്ല, ഞാൻ ഇന്ന് കയറിയിട്ടില്ല. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സോണും കാര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ നമ്മൾ ഓടിയേക്കുന്ന ഏണിങ്സ് ഒക്കെ ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടല്ലേ, നമ്മുടെ ഈ പൈസ എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതെന്ന്. എന്നുവെച്ചാൽ നമ്മൾ മാറ്റാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമ്മളിപ്പോൾ ഇന്ന് ഓടുന്ന പൈസ പിറ്റേ ദിവസം 12 മണിയാകുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം പോകുന്നത്. ഓൾമോസ്റ്റ് ഞാൻ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നുമില്ല, മിസ്സായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഗൈസ്. ഇപ്പം എന്തെങ്കിലും മിസ്സായെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാലും മതി. എൻ്റെ ഇൻസ്റ്റയുടെയും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യണേ. അത്യാവശ്യം നല്ല കുറച്ച് സിനിമാറ്റിക് വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണോടെ ഞെക്കുക.